ഹലോ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ടിപ്സുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കേണ്ടി വരാറുള്ള ഏതാനും ചില സെൻറ്റൻസുകൾ എങ്ങനെയാണ് പറയുക എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് അകത്ത് കയറി നിൽക്കും, അതുപോലെ പുറത്ത് ഇറങ്ങി നിൽക്കും. സാധാരണ നമുക്കറിയാം ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ കണ്ടക്ടർമാർ അല്ലെങ്കിൽ ക്ലീനർമാർ പറയാറുണ്ട് അല്ലേ, ബസ്സിൽ നിന്ന് ഒന്ന് ഇറങ്ങി നിൽക്കൂ അല്ലെങ്കിൽ കയറി നിൽക്കൂ. അതുപോലെ അവർ സാധാരണ ഉപയോഗിക്കുന്ന മറ്റു ചില സെൻറ്റൻസുകളാണ് മുമ്പോട്ട് കയറി നിൽക്കൂ, പുറകോട്ട് ഇറങ്ങി നിൽക്കൂ അല്ലേ. മുമ്പോട്ട് കയറി നിൽക്കൂ, പുറകോട്ട് ഇറങ്ങി നിൽക്കൂ. ഇതുകൂടാതെ മറ്റൊരു സെൻറ്റൻസ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഡോറിൻ്റെ അടുത്തു നിന്നും മാറി നിൽക്കൂ, ഡോറിൻ്റെ അല്ലെങ്കിൽ വാതിലിൻ്റെ അടുത്തു നിന്നും മാറി നിൽക്കും. ഈ 5 സെൻറ്റൻസുകളെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ലളിതമായി ഒരു പൊതുവായ വാക്കുകൊണ്ട് പറയാവുന്ന വാചകങ്ങളാണ് ഈ 5 വാചകങ്ങളും. അതായത് കീപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് നമുക്ക് ഈ 5 കാര്യങ്ങളും പറയാൻ പറ്റും. അകത്ത് കയറി നിൽക്കൂ, കീപ്പ് ഇൻ, കീപ്പ് ഇൻ, അകത്ത് കയറി നിൽക്കൂ. പുറത്തിറങ്ങി നിൽക്കൂ, കീപ്പ് ഔട്ട്. ഓക്കെ, അപ്പോൾ 2 സെൻറ്റൻസുകൾ പറയാൻ നമ്മൾ പഠിച്ചു. കീപ്പ് ഇൻ, കീപ്പ് ഔട്ട്. കീപ്പ് ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി നിൽക്കൂ, കീപ്പ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. ഇനി സാധാരണ നമ്മൾ ബസ്സിനകത്തൊക്കെ പറയാറുള്ള ഒരു സെൻറ്റൻസാണ് പുറകിലേക്ക് നീങ്ങി നിൽക്കും, പുറകിലേക്ക് നീങ്ങി നിൽക്കും, കീപ്പ് ബാക്ക്. അതുപോലെ മുൻപോട്ട് കയറി നിൽക്കൂ, കീപ്പ് ഫോർവേഡ്. മുൻപോട്ട് കയറി നിൽക്കൂ, കീപ്പ് ഫോർവേഡ്. പുറകിലേക്ക് ഇറങ്ങി നിൽക്കൂ, കീപ്പ് ബാക്ക്. ഇനി നമുക്ക് പറയേണ്ടത് ഡോറിനടുത്ത് നിന്നും മാറി നിൽക്കാനാണ്, അല്ലെങ്കിൽ വാതിലിനകത്ത് നിന്നും മാറി നിൽക്കൂ എന്നാണ് പറയേണ്ടതെങ്കിൽ കീപ്പ് ഓഫ് ദ ഡോർ എന്ന് പറഞ്ഞാൽ മതി. കീപ്പ് ഓഫ് ദ ഡോർ, വാതിലിൻ്റെ അല്ലെങ്കിൽ ഡോറിൻ്റെ അടുത്ത് നിന്നും മാറി നിൽക്കും, കീപ്പ് ഓഫ് ദ ഡോർ. ഇനി നമ്മളിത് പറയുന്ന സമയത്ത് സാധാരണ നമ്മുടെ കോമൺ സംഭാഷണത്തിൽ നമ്മൾ പറയും മുന്നോട്ടൊരല്പം കയറി നിൽക്കൂ, അല്ലെങ്കിൽ ഒരു ലേശം കയറി നിൽക്കും. അങ്ങനെ ഒരു ലേശം അല്ലെങ്കിൽ ഒരു അല്പം എന്ന അർത്ഥത്തിലാണ് നമുക്ക് പറയേണ്ടി വരുന്നതെങ്കിൽ എ ബിറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം, വേർഡ് അതിന് ഇടയിൽ ചേർത്താൽ മതി. കീപ്പ് എ ബിറ്റ് ഫോർവേഡ്, ഒരല്പം മുമ്പോട്ട് കയറി നിൽക്കൂ, കീപ്പ് എ ബിറ്റ് ഫോർവേഡ്. ഒരല്പം പുറകോട്ട് ഇറങ്ങി നിൽക്കൂ, കീപ്പ് എ ബിറ്റ് ബാക്ക്, കീപ്പ് എ ബിറ്റ് ബാക്ക്. ഓക്കെ, അപ്പോൾ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന 5 സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ ലളിതമായി പറയാൻ നമ്മൾ പഠിച്ചു. മറ്റൊരു ഉപകാരപ്പെട്ട വാചകവുമായിട്ട് പ്രയോഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സി യു, ബൈ ബൈ.